ഭാഷാ ദേശാതിർത്തികൾ തീർത്ത പ്രതിബന്ധങ്ങളെ മറികടന്ന് മലയാളത്തിന്റെ സാഹിത്യ സാംസ്കാരിക ഭൂമികയിൽ വിസ്മയമായി മാറിയ എഴുത്തുകാരനായിരുന്നു യു.എ. ഖാദർ. 1935 ബർമയിൽ ജനിച്ച യു.എ. ഖാദർ മാതൃഭാഷ മലയാളമല്ലാതിരുന്നിട്ടും 6 പതിറ്റാണ്ടിലേറെക്കാലം മലയാണ്മയുടെ മുദ്രയായി തിളങ്ങി. ദേശപ്പെരുമയുടെ നാട്ടുവൃത്താന്തങ്ങളെ സാഹിത്യത്തിന്റെ പൂമുഖത്തേക്ക് ആനയിക്കാൻ ഖാദർ എന്ന അതുല്യ പ്രതിഭയ്ക്ക് കൂട്ടായത് സ്വത്വാന്വേഷണത്തിന്റെ ഉൾക്കാഴ്ചകൾ തന്നെയായിരുന്നിരിക്കണം. എഴുത്തുകാരൻ യു.എ. ഖാദറിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാസയുമായി പങ്കുവെക്കുന്നു മകൾ ഷെറീന സലാം. യു.എ. ഖാദർ എന്ന എഴുത്തുകാരനെ മലയാളികൾ കൗതുകത്തോടെയും അത്ഭുതത്തോടെയാണ് നോക്കിക്കാണാറുള്ളത്. കാരണം അദ്ദേഹം മലയാളിയായല്ല ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജനനം ബർമയിലായിരുന്നു, പിന്നീട് കേരളത്തിലേക്ക് വന്നതാണ്. ആ ഒരു സാഹചര്യം പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. ഉപ്പാൻ്റെ ഉപ്പ ബിസിനസ് സംബന്ധമായിട്ട് ബർമയിൽ ആണ് കച്ചവടം. ആ കച്ചവടം ചെയ്യുന്ന ഷോപ്പിൻ്റെ അടുത്തേന് ഉപ്പാൻ്റെ ഉമ്മ ബർമക്കാരി കച്ചവടം ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ കണ്ട് ഇഷ്ടമായി കല്യാണം കഴിച്ചിട്ടാണ് നമ്മളെ ഉപ്പ ഉണ്ടാവുന്നത്. ഉപ്പാൻ്റെ ജനനത്തോടുകൂടിയും ഉപ്പാൻ്റെ ഉമ്മ വസൂരി വന്ന് മരിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഉപ്പാൻ്റെ ഉപ്പ ഉപ്പാനിയായിട്ട് നാട്ടിലേക്ക് കൊയിലാണ്ടിയിലേക്ക് വരുന്നത്. ഉപ്പാക്ക് അന്നേരം ഒരു 7 വയസ്സ് വരെ ഉപ്പാവ് അവിടെ തന്നെ ഉണ്ട്. പിന്നെ അവിടെ യുദ്ധം തുടങ്ങിയ ആ സമയമായപ്പോൾ പിന്നെ നാട്ടിലേക്ക് വരാതെ നിവൃത്തിയില്ലാണ്ടായി. അങ്ങനെയാണ് ഉപ്പാനിയായിട്ടിട്ട് ഉപ്പാവ നാട്ടിലേക്ക് അന്ന് നടന്ന് വന്നെന്നൊക്കെയാണ് ഉപ്പ പറഞ്ഞത്. എൻ്റെ കുട്ടിക്കാലത്ത് ഇങ്ങനെ ഉപ്പ പറയലുണ്ട് ആ കഥകളൊക്കെ. ഉപ്പാനി തോളിലിട്ടിട്ടൊക്കെ ഉപ്പാക്കാണെങ്കിൽ നല്ല സുഖവും ഉണ്ടായിരുന്നില്ല. അപ്പം ഉപ്പാൻ്റെ കുടുംബക്കാരും ഒക്കെ കൂടെ ഉള്ളവരൊക്കെ പറഞ്ഞിരുന്നു ഉപ്പാൻ അവിടെ ഉപേക്ഷിക്കാൻ. കാരണം നാട്ടിലാർക്കും അറിയില്ലല്ലോ. അപ്പോൾ ഉപ്പ കല്യാണം കഴിച്ചതും കുട്ടിയുള്ളതും ഒന്നും. അപ്പോൾ എന്തിനാ വെറുതെ ഒരു വയ്യാവേലി എന്നുള്ള ലെവലിൽ എല്ലാവരും സംസാരിച്ചിരുന്നു. കൊയിലാണ്ടിയിൽ ഉപ്പാവൻ്റെ ഏട്ടനും എല്ലാവരും ഉണ്ടായിരുന്നു കൂടെ ഇവർ വരുമ്പോൾ. അപ്പം അവരൊക്കെ പറഞ്ഞിട്ടു ഉപ്പാവ കേട്ടില്ല. ഉപ്പാനെയും തോളിലിട്ട് യുദ്ധത്തിൻ്റെ സമയത്ത് ആ ദുരിതങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ സഹിച്ചിട്ട് ഉപ്പാവ കൂട്ടി വന്ന് നാട്ടിലേക്ക്. അതായത് ഇപ്പോൾ ചെറുപ്പത്തിൽ മാതാവിനെ നഷ്ടപ്പെടുന്നു, അതിന്റെ ഒരു അനാഥത്വം, പിന്നെ 2ാം ലോക മഹായുദ്ധം ഉണ്ടാവുന്നു, അവിടുന്ന് പലായനം ചെയ്തു പോരുന്നു. ഇങ്ങനെ ഈ അനാഥത്വവും പലായനവും ഒക്കെ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് നിറഞ്ഞൊരു ബാല്യമായിരുന്നു. അപ്പൊ അതൊക്കെ ഓർമ്മകളൊക്കെ മക്കളുമായിട്ട് ഉപ്പാന്റെ ആ കഥകളും പല കാര്യങ്ങളും. കാരണം ഉപ്പാവ അവിടെ കച്ചവടത്തിന് പോവില്ല. അപ്പൊ ഉപ്പാന്റെ ഉമ്മ മരിച്ചുപോയി. ഉമ്മാന്റെ അനിയത്തിമാരുണ്ട് അവിടെ, അവരെ ഏൽപ്പിച്ചിട്ടാണ് ഉപ്പാവ കച്ചവടമൊക്കെ ചെയ്യുക. അപ്പൊ അവര് ഉപ്പാനെ നല്ലോണം നോക്കിയിട്ടുണ്ട്. അവര് കാണാണ്ട് ഉപ്പാവ കൊണ്ടുവരികയുണ്ടായത്, അവരറിയാണ്ട്. കാരണം അവര് വിടൂല ഉപ്പാനെ. അപ്പൊ അങ്ങനെ അവരൊന്നും അറിയാണ്ട് പോരുകയുണ്ടായത്. പിന്നെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്ന ഒരു സാഹചര്യം എന്തായാലും ഇവിടെ വന്നിട്ട് ഉപ്പാവ 2ാമത് കല്യാണം കഴിച്ച് ആ സമയത്ത്. അപ്പൊ അവിടെ ഉപ്പാവക്ക് ഒരു അനാഥത്വം എന്തായാലും ഉണ്ടാവുമല്ലോ. ഉപ്പാവ കല്യാണം കഴിച്ച് ഉപ്പാനെ ഇവിടെ ആക്കിയിട്ട് ഉപ്പാവ വീണ്ടും ബർമയിലേക്ക് പോയി. അപ്പം പിന്നെ തികച്ചു ഉപ്പാക്ക് അറിയാത്ത ആൾക്കാരും ഉപ്പാവ മാത്രമല്ല പരിചയമുള്ളൂ. വെച്ചാൽ ഉപ്പാന്റെ ഉപ്പല്ലേ കൂടെ ഉണ്ടായിരുന്നത്. അപ്പം അനാഥത്വം നല്ലോണം അനുഭവിച്ചിട്ടുണ്ട്. ഈ ഭാഷ പഠിച്ചത് എങ്ങനെയായിരുന്നു? ഭാഷ അത് ഉപ്പാക്ക് 7 വയസ്സിലാണല്ലോ വന്നത്. അപ്പൊ ഉപ്പാക്ക് ബർമ ഭാഷ അല്ലാണ്ട് ഒന്നും അറിയില്ല. അപ്പൊ നാട്ടിൽ വന്നപ്പോ അത് ഉപ്പ പറയലുണ്ട്, ഉപ്പാവ ഒരാളെ ഏൽപ്പിച്ചതാ. ബർമ ഭാഷ അറിയുന്ന കൊക്കോയി എന്നാണ് ഉപ്പ വിളിക്കുക. ബർമയിൽ ഉണ്ടായിരുന്ന ഉപ്പാനെ നോക്കിയ ആൾ തന്നെയാണ്. അവരാണ് ഉപ്പാനെ ഓരോ സാധനങ്ങൾ കാട്ടിക്കൊടുത്തിട്ടാണ് ഭാഷ പഠിപ്പിക്കുന്നത്. കാരണം കോഴി നിറ ഉപ്പാക്ക് എന്താണെന്നറിയില്ല. അപ്പൊ കോഴിനെ കാണിച്ചു കൊടുക്കും. അതുപോലെ കാക്കനെ കാണിച്ചു കൊടുത്തിട്ടാണ് എഴുതാനും അത് മനസ്സിലാക്കാനും ഉപ്പാക്ക് കഴിഞ്ഞത് എന്ന് ഉപ്പ എപ്പോഴും പറയും. അമ്മയുടെ മുലപ്പാലിൽ നിന്ന് ഊറുന്നതാണ് ഓരോരുത്തരുടെയും ഭാഷ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എന്തോ എനിക്കെൻ്റെ മനസ്സിൽ ഇന്നും ഒരു നീറ്റലാണ്. കാരണം അമ്മയുടെ ഭാഷ എന്നതല്ല എന്നെ സംബന്ധിച്ചോളം മലയാള ഭാഷ. അമ്മയുടെ ഭാഷ എന്നതിലുപരി മറ്റൊരു വികാരമാണ്. ഞാൻ വളർന്ന ചവിട്ടി കളിച്ചു വളർന്ന ആ ജീവിതത്തിൻ്റെ പ്രത്യേകമായ അന്തരീക്ഷം എൻ്റെ മനസ്സിൽ ഉരുവാക്കിയെടുത്ത ഒരു ഭാഷയാണ് എൻ്റെ ഭാഷ. സാഹിത്യത്തിലേക്ക് അദ്ദേഹം പ്രവേശിക്കുന്നത് എപ്പോഴായിരുന്നു? സാഹിത്യത്തിലേക്ക് ഇറങ്ങുന്നത് അത് ഉപ്പ പറഞ്ഞിട്ടുണ്ട്. അത് ഉപ്പാന്റെ തറവാട്ടിന്റെ അടുത്ത് തന്നെ CH മുഹമ്മദ് കോയ താമസിക്കാൻ വന്ന്. അപ്പോൾ ഉപ്പാന്റെ സങ്കടങ്ങൾ ഇപ്പോൾ ഓരോ അനുഭവങ്ങളൊക്കെ CH ആയിട്ട് പങ്കിടും. അപ്പോൾ CH പറഞ്ഞതാണ് ഇതൊക്കെ നീ എഴുത് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ എഴുത്ത് തുടങ്ങി CHന് കൊടുക്കും. കഥ ചെറുതാകുമ്പോൾ തന്നെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് തന്നെ അങ്ങനെ CH മുഹമ്മദ് കോയാണ് ഉപ്പാന്റെ എഴുത്തിന്റെ പ്രചോദനം ഇപ്പം എപ്പോഴും പറയലുണ്ട്. എന്നിട്ട് ഇഷ്ടംപോലെ പുസ്തകങ്ങൾ വായിക്കാൻ കൊടുത്തിട്ടും ഉപ്പ എഴുതുന്ന കഥകളൊക്കെ CHന് കൊടുക്കും. അങ്ങനെ CH അത് കുറെ ഉപ്പ എഴുതുന്നതിന്റെ ഇരട്ടി അത് നന്നാക്കിയിട്ട് മാസികയൊക്കെ ചന്ദ്രികയിലൊക്കെ വന്ന കാര്യവും എല്ലാം ഉപ്പ ഇങ്ങനെ പറയും. ജോലിയിൽ പ്രവേശിക്കുന്നത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലാണ്. അതെ. അതിന്റെ മുന്നേ ഇപ്പൊ ചെറുതായിട്ടൊക്കെ ഓരോ ചായ കച്ചവടം, പക്ഷെ അതൊന്നും ഉപ്പാന്ന് വെച്ചാല് ബിസിനസിന്റെ തന്ത്രങ്ങൾ അതൊന്നും ഉപ്പാക്ക് അറിയൂല. അങ്ങനെയാണ് അന്നൊക്കെ ഇപ്പൊ ഉമ്മാന്റെ വീട്ടിലായിരുന്നു. പിന്നെ കോഴിക്കോട്ടേക്ക് വന്നതാണ് അങ്ങനെ ഒരു ജോലി
കിട്ടിയിട്ടാണ് ബീച്ച് ആശുപത്രിയിലായിരുന്നു ജോലി. സ്റ്റാർട്ടിങ്. പിന്നെ ആകാശവാണിയിലും ഉണ്ടായിരുന്നു ഉപ്പ. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഡെപ്യൂട്ടേഷനിലായിരുന്നു ആകാശവാണിയിൽ വന്നത്. ആണ് 5 വർഷത്തോളം ഇവിടെ ഉണ്ടായിരുന്നു. അതെ അതെ. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളൊക്കെ ആരായിരുന്നു? ഉപ്പാന്റെ സുഹൃത്തുക്കൾ പണ്ട് ഉപ്പാക്ക് നിലമ്പൂർ ബാലേട്ടൻ, പിന്നെ ബാബുരാജ്. എന്റെ കുട്ടിപ്രായത്തിൽ നമ്മളെ വീട്ടിൽ എപ്പോഴും വരുന്ന ആൾക്കാരാണ്. പിന്നെ നിലമ്പൂർ ബാലേട്ടൻ, ബാബുക്ക, ബഡേരി അസൻക, പിന്നെ NP മുഹമ്മദ്, മാധവ് മാഷ് പറയും. അവര് അങ്ങനെ കുറേ ഉണ്ട്. എല്ലാവരും ഭയങ്കര ക്ലോസ് ആയിട്ട്. അന്നത്തെ വെച്ചാൽ ഓരോ വീട്ടിൽ വന്നിട്ട് വീട്ടിൽ ഉണ്ടാവും, എന്നെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കലും അങ്ങനെ ഉണ്ടായില്ല. ഞാൻ അന്ന് ഭരതനാട്യം പഠിച്ചിരുന്നു. അപ്പോൾ നിലമ്പൂർ ബാലേട്ടന് എപ്പോഴും എന്നോട് ഡാൻസ് ചെയ്യാൻ പറയും. ബാബുക്ക വരുമ്പോൾ ഭയങ്കര ചിരിയും തമാശയും പാട്ടും ഒക്കെ ആയിട്ട് ഭയങ്കര രസമാണ് വീട്ടില്. പെട്ടെന്ന് ഓരോ പാട്ട് ഞാൻ തന്നെ വിചാരിക്കും ഇത്ര പെട്ടെന്നാണ് നല്ല നല്ല പാട്ടുകൾ. എനിക്ക് തോന്നുന്നു സിനിമയിൽ വരാത്ത പാട്ടുകൾ തന്നെ ബാബുക്ക ഉണ്ടാക്കിയൊക്കെ പാടുന്നത് നമ്മളെ വീട്ടിൽ എപ്പോഴും ഞാൻ കാണലുണ്ട്. ഈ സമയത്തൊക്കെ കുടുംബം, അതായത് നിങ്ങൾ മക്കളും ഉമ്മയൊക്കെ ഉണ്ടാവും വീട്ടിൽ തന്നെ അല്ലേ. നമ്മളത് ചെറിയ വീട്, പഞ്ചമാൾ എന്ന് പറയും. അന്നേരം ഒരു വാടക വീട്ടിലായിരുന്നു. ചെറിയ വീടാണ്. നമ്മളെല്ലാവരും ഞാനൊക്കെ ചെറുതാണ്. എൻ്റെ ആങ്ങളമാർ 3 ആളും അനിയത്തി വളരെ ചെറുതാണ്. നമ്മളെല്ലാരും കൂടിയും കേട്ടിരിക്കുകയും രസമാണ്. അവരൊക്കെ വന്നാല് വീട്ടില് ചർച്ച കൂടുതലും സംഗീതമാണോ അതോ സാഹിത്യം ഉണ്ടാവോ? എല്ലാം ഉണ്ടാവും. സംഗീതവും ഉണ്ടാവും, സാഹിത്യവും ഉണ്ടാവും, എല്ലാം കൂടെ. പിന്നെ SK പൊറ്റക്കാട് സാർ, അതെനിക്ക് നല്ല ഓർമ്മയാണ്. രാവിലെ നടന്നിട്ടൊക്കെ നമ്മളെ വീട്ടിലെത്താറുണ്ട്. ഉപ്പേരൊക്കെ സംസാരിച്ചിട്ടാണ് പോവുക. അതൊക്കെ ഞാൻ അങ്ങനെ ഓർത്ത് എടുക്കുന്ന ഒരു കാര്യം. ബഷീർ ഉണ്ടായിരുന്നു. ബഷീർക്കൻ്റെ വീട്ടിൽ നമ്മൾ പോവാറാണ്. പിന്നെ KA കൊടുങ്ങല്ലൂര്, അവരെ ഫാമിലി ആയിട്ടും എല്ലാം ഭയങ്കര അറ്റാച്ച്മെന്റ്. ഒരു കുടുംബം പോലെ തന്നെ പറയണം. NP മുഹമ്മദ് എല്ലാവരും ആയിട്ടും. ബഷീർ ഒരു കഥ എഴുതിയിട്ടുണ്ട്. ഉപ്പാനെ പറ്റിയിട്ട്, മാമേദിയുടെ മകൻ, അത് എഴുതിയിട്ടുണ്ട്. ഉപ്പയുടെ ഒരു സംഗീതത്തോടുള്ള താല്പര്യം എങ്ങനെയായിരുന്നു? ഉപ്പ ഭയങ്കര, അതുകൊണ്ടാണ് എന്നെ തന്നെ ഒരു പാട്ടുകാരനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത്. ഉപ്പ പറയൂ കലാകാരന്മാർക്കാണ് സ്നേഹം ഉണ്ടാവുക, നന്മ ഉണ്ടാവും കലാകാരന്മാർക്ക് എന്ന് പറഞ്ഞിട്ടാണ്. പാട്ടുകാരനാണ് ഞാൻ കല്യാണം കഴിച്ചത്. K സലാം ഒരു കലാകാരനാണ്. ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടം ഗസൽ, ഹിന്ദുസ്ഥാനി ഒക്കെ ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടം. ഒരുപാട് റെക്കോർഡൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് കേൾക്കുക, അതൊക്കെ ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അദ്ദേഹത്തിന്റെ എഴുത്തും വായനയൊക്കെ ഏത് സമയത്തായിരുന്നു? ഉപ്പ എഴുതുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ രാത്രി പാതിര വരെ ഉപ്പ ഇരുന്ന് എഴുതും. ഉപ്പാക്ക് ഒരു എഴുത്തുള്ളിൽ വന്നു കഴിഞ്ഞാൽ അത് ഫുൾ എഴുതി തീർക്കാണ്ട് ഉപ്പ കിടക്കൂല. അങ്ങനെയായിരുന്നു. ഞാൻ അത് എൻ്റെ ചെറുപ്പത്തിൽ കാണുന്നതാണ്. അന്നേരം ആരും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല, ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല. ഉപ്പ റൂമിൽ, ഓഫീസ് റൂമുണ്ട് നമുക്ക്, എഴുതുന്ന ആ റൂമിൽ ഉപ്പ ഇരുന്ന് എഴുതുന്നതാണ് ഞാൻ എപ്പോഴും. അപ്പോൾ ഉമ്മ പറയും ഒച്ചയൊന്നും ഉണ്ടാക്കരുതേ, ഉപ്പ എഴുതുന്നത് ഡിസ്റ്റർബ് ആക്കരുതെന്ന് ഉപ്പ പറയും. അങ്ങനെ ഉപ്പ അവിടെ ഇരുന്ന് എഴുതും. പിന്നെ ലാസ്റ്റിൽ ഉപ്പ മരിക്കുന്നതിൻ്റെ ഒക്കെ തൊട്ട് മുന്നേ വയ്യാണ്ടായി. ഈ കൊറോണ വന്നപ്പോൾ ഡോക്ടറെ കാണിക്കാണ്ട് വല്ലാണ്ട് ഉപ്പാനോട് ഡോക്ടറെ കാണിക്കുക ഉപ്പാന്ന് പറയുമ്പോഴൊന്നും ഉപ്പ കാണിക്കൂലല്ലോ. ആ സമയത്തൊക്കെ ഉപ്പ എഴുതുമായിരുന്നു. അപ്പോൾ എൻ്റെ മൂത്ത ആങ്ങളാണ് ഉപ്പാക്ക് എഴുതി കൊടുക്കുക. അപ്പോൾ ആങ്ങളിനോട് പറയും ഫിറോസ് നീ രാവിലെ വരണം, നാളെ എഴുതണം, നമുക്ക് ഇരുന്നിട്ട് എഴുതണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഉക്ക അതുപോലെ തന്നെ റെഡി ആയിട്ട് രാവിലെ വരും. അപ്പോൾ ഉപ്പ അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഉറങ്ങിപ്പോകുമ്പോൾ ഉക്ക വിചാരിക്കും പാവം ഉറങ്ങല്ലേ എന്നുള്ളതിൽ കുറച്ചേരം ഇങ്ങനെ വിളിക്കാണ്ട് നിൽക്കും. പിന്നെ ഉപ്പ എന്ന് പറഞ്ഞാൽ മെല്ലെ വിളിക്കുമ്പോൾ ഇങ്ങനെ നെട്ടി എണീച്ചിട്ട് ഉപ്പ പിന്നെ ആ എവിടെയാണോ നിർത്തിയത് അവിടെ മുതൽ ഉപ്പ കഥകൾ കണ്ടിന്യൂ ചെയ്യും. വായിച്ചു കൊടുക്കേണ്ടയോ പറഞ്ഞു കൊടുക്കേണ്ടയോ ഒന്നും അവസരം വരലില്ല. അതൊരു അത്ഭുതമായിട്ട് തോന്നലുണ്ട്. കാരണം ഓർമ്മ ഭയങ്കര മെമ്മറി പവറാണ് ഉപ്പാക്ക്. അങ്ങനെയുണ്ട്. ഈ ഓർമ്മശക്തിയുടെ കാര്യം പറഞ്ഞു, അത് വ്യക്തികളുമായുള്ള പരിചയം പുതുക്കുന്നതിലൊക്കെ അദ്ദേഹത്തിന് സഹായകരമായിട്ടുണ്ടോ? പിന്നെന്താ, ആരെയും ഉപ്പാക്ക് മറന്നു പോകുന്നില്ല. എല്ലാരും പെട്ടെന്ന് തന്നെ ഓർമ്മാവും. സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ വലിയൊരു എഴുത്തുകാരന്റെ മകൾ എന്നുള്ള ഒരു പ്രിവിലേജ് കിട്ടി. അതൊരു അഭിമാനം തന്നെ അല്ലേ. എവിടെ പോലെ ഇപ്പോഴും വിവേകാനന്ദന്റെ മോൾ എന്നുള്ളത് അത് ഞാൻ ശരിക്കും അഭിമാനിക്കുന്നുണ്ട്. സാഹിത്യത്തിന് പുറമെ അദ്ദേഹം കഴിവ് തെളിയിച്ച മറ്റൊരു മേഖലയായിരുന്നു ഈ ചിത്രം വര എന്നത്. മദ്രാസിൽ പോയി പഠിച്ചിട്ടുണ്ട് ചിത്രകല. അതിനോട് അത്രയും താല്പര്യമായിരുന്നോ? പണ്ട് മുതലേ ഉപ്പാക്ക് വരനോടൊക്കെ പല മനസ്സിലുള്ളത് ഉപ്പ വരക്കുക. കാരണം ഈ ഓരോന്നും ഉപ്പാക്ക് വരച്ചു കൊടുത്തിട്ടും കാണിച്ചു കൊടുത്തിട്ടും ആണല്ലോ ഉപ്പാനെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വരനോട് ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പ്രദർശനങ്ങളും നടത്തിയിട്ടുണ്ട്. ഉണ്ട്, ടൗൺ ഹാളിൽ വെച്ചിട്ടായിരുന്നു. എൻ്റെ വീട്ടിലുണ്ട് ഉപ്പാന്റെ ചിത്രങ്ങൾ, എൻ്റെ ആങ്ങളമാരുടെ വീട്ടിലുണ്ട്, പിന്നെ എവിടെയൊക്കെ താജിലുണ്ട്. ഉപ്പയും ഉമ്മയും തമ്മിലുള്ള അത് ഭയങ്കര അറ്റാച്ച്മെന്റ് അവര് തമ്മിൽ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ വിളിക്കും എത്രയോ ഭാര്യ ഭർത്താക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവര് തമ്മിൽ വല്ലാത്ത അത് ഇപ്പൊ പറയും പാത്തുമ്മ നമ്മൾ പരസ്പരം ഊന്നുവടികളാന്നാ പറയുക. നമ്മൾ 5 മക്കളുണ്ട്.
5 ആളും വേറെ വേറെ വീടുകളിലാണ്. ഉമ്മയും ഇപ്പം മാത്രമേ ഉമ്മാൻ്റെ വീട്ടിലുള്ളൂ. അവിടെ സെർവൻറ്റും അങ്ങനെ ഡ്രൈവറൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഇടക്കിടക്ക് ഉപ്പാനെയും ഉമ്മാനെയും കാണാൻ പോവാറാണ്. ചെറുപ്പം മുതലേ ഞാൻ കാണുന്നത് അവർ തമ്മിലുള്ള സ്നേഹവും. ഇപ്പോൾ ഓഫീസ് വിട്ട് വന്ന ഉമ്മയായിട്ട് കഥ പറഞ്ഞ് കൊലായിലിരിക്കുകയും അങ്ങനെ ഉണ്ടല്ലോ. അവർ തമ്മിലുള്ള അങ്ങനെയൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവിടെ അത്രയും ഭയങ്കര അറ്റാച്ച്മെൻറ്റും. ഉമ്മാനോട് പറയുന്ന ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ പറഞ്ഞത് ഉമ്മ പറയും എപ്പോഴും, ഈ എൻ്റെ ഉമ്മയാണ്, ഭാര്യയാണ്, എല്ലാം ആണ് എന്ന് പറഞ്ഞിട്ടാണ്. അതേ ഒരു അറ്റാച്ച്മെൻ്റ് ആണ് അവർ ഇപ്പോൾ മരിക്കുന്നവരെ ഉണ്ടായിരുന്നത്. എന്ത് കാര്യം ഉമ്മാനോട് പറഞ്ഞിട്ടേ ഇപ്പം ചെയ്യുള്ളൂ. ഉമ്മ ആണെല്ലാം ഉപ്പാക്ക്. ഉമ്മാക്കും അങ്ങനെ തന്നെയാണ്. ഉമ്മയെ കല്യാണം കഴിക്കാനുണ്ടായ ഒരു സാഹചര്യം ഉപ്പ തന്നെ പറയുന്നതെന്ന് കേട്ടു നോക്കാം. എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ചെറുപ്പക്കാരുടെ ഒരു സംഘടന എന്ന നിലക്ക് തിക്കോടി പ്രദേശങ്ങളിലൊക്കെ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ അക്കാലത്തൊക്കെ ഈ എൻ്റെ ഉപ്പയുടെ മരുമകളുടെ ആ വീട്ടിൽ പോകും. അവരുടെ മക്കളാണ് ഇത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ അവർക്കൊരു അതിഥിയാണ്. അപ്പോൾ ഇടയ്ക്ക് ഈ കുട്ടിയെയും കാണാറുണ്ടായിരുന്നു. മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഇത്തിരി അഭിനിവേശം ഉണ്ടായിരുന്നു. അത് സ്വാഭാവിക കല്യാണം കഴിഞ്ഞപ്പോഴേ ഞാൻ അറിയുന്നത് അവൾക്ക് ഇങ്ങോട്ടും ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു 1958 ഫെബ്രുവരി 13 ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. മക്കളോട് എങ്ങനെയായിരുന്നു? ഭയങ്കര സ്നേഹം അപ്പാക്ക്. എനിക്ക് തോന്നുന്നു എല്ലാവരും പറയും എന്നോടാ കൂടുതൽ. കാരണം 3 ആൺകുട്ടികൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു പെൺകുട്ടി. അപ്പോൾ ഉമ്മയും പറയും, ഇടയ്ക്ക് ഞാൻ കുറച്ച് ദിവസം വൈകും. എന്നിട്ട് ഉപ്പാൻ്റെ അടുത്ത് പോലും ഉമ്മ അങ്ങനെ പറയും, ഓള് വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്നെ കണ്ടാൽ പിന്നെ ഉപ്പാക്ക് ആ ഒരു പിണക്കൊന്നും ഉണ്ടാവില്ല. ഉപ്പ ചിരിച്ച് ഉമ്മ പറയും, ഓളെ കണ്ടപ്പോഴേക്കും ഉപ്പ പിണക്കൊന്നും കാണിച്ചില്ല എന്ന് പറയും. അത് കുറെ കാലം കാത്തിരുന്നുണ്ടായ ഒരു അതായിരിക്കും. അതന്നെ ഭയങ്കര സ്നേഹം. പിന്നെ അതുമല്ല ഉപ്പാന്റെ ഉമ്മാന്റെ പോലെ ഞാനെന്ന് പറയും. കുറച്ച് വലുതായപ്പോ ഉപ്പ ചോദിച്ചു എൻ്റെ ഉമ്മന്റെ ഒരു ഫോട്ടോ. ഉപ്പാവനോട് ചോദിച്ചു എനിക്കൊരു ഫോട്ടോ എൻ്റെ ഉമ്മൻ്റെത് കാണണം എന്ന് പറഞ്ഞപ്പോ, എന്തിനാ ഫോട്ടോ, നിന്റെ മോളെ നോക്കിയാൽ മതി, അതുപോലെ തന്നെ നിന്റെ ഉമ്മ എന്ന് പറഞ്ഞു. അതായിരിക്കും കൂടുതൽ അതും ആവാം ഞാൻ വിചാരിക്കുന്നു. ഉപ്പ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് പിന്നെ ബർമയിലേക്ക് വീണ്ടും ഒരു യാത്ര നടത്തിയിരുന്നു, ജന്മസ്ഥലമൊക്കെ കാണാൻ വേണ്ടി. അതെ അതെ, അത് എൻ്റെ അനിയത്തിന്റെ ഹസ്ബൻഡ് ത്രൂ ഇങ്ങനെ ബർമയിലേക്കൊക്കെ എല്ലാം റെഡിയാക്കി ഉപ്പയും ഉമ്മയും ഇവിടുന്ന് പോയി. അവരവിടുന്ന് ജോയിൻ ചെയ്ത് അങ്ങനെ ഒന്നിച്ചിട്ട് അനിയത്തിയോ ഹസ്ബൻഡോ അവരെ മോനും ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം പോയി. അതിനെ കുറിച്ച് എന്താ ഉപ്പ പറയാറ്? അതിനെപ്പറ്റി ഇപ്പൊ എഴുതിയിട്ടുമുണ്ട്. ഓർമ്മകൾ അത് തന്നെ, ഓർമ്മകളുടെ പകോട. അതില് ഇപ്പൊ പറയും എപ്പോഴും അവിടെ എത്തിയപ്പോ ഉപ്പാക്ക് വല്ലാത്തൊരു സങ്കടമോ എന്താണെന്നറിയില്ല എന്ന്. കാരണം ഉപ്പാന്റെ നാട്ടിലെത്തി അവിടെ നിന്ന് ഉപ്പ പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു വികാരം ഇനോന്ന് പറയും ഉപ്പ എപ്പോഴും. അന്നത്തെ ഒരു സ്ഥലങ്ങളൊക്കെ കണ്ടെത്താൻ പറ്റിയോ? കണ്ട് കുറെ ബുദ്ധിമുട്ടി. പക്ഷെ അത് ബില്ലിൻ എന്ന് പറഞ്ഞ സ്ഥലം അനിയത്തിന്റെ മോനുണ്ട് മാമു, അവനാണ് കാട്ടി കൊടുത്തത്. അത് ഒരു ബോർഡ് ഇങ്ങനെ വീണ് കിടക്കണം. ഇപ്പൊ പറഞ്ഞ പണ്ട് 7 വയസ്സിൽ കണ്ട അതേ ആ ഒരു രൂപം തന്നെ, വലിയ മാറ്റങ്ങളൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല എന്നപ്പ പറഞ്ഞത്. ഉപ്പയുടെ സ്വഭാവത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളത് എന്താണ്? സ്നേഹം. ഭയങ്കര സ്നേഹമാണ് ഉപ്പാക്ക്. എല്ലാരോടും സ്നേഹമാണ്. അതപ്പാക്ക് ആരോടും ഒരു ദേഷ്യമോ മുഖം കറുപ്പിച്ചിട്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഭയങ്കര സ്നേഹമാണ് ഉപ്പാക്ക്. അത് തന്നെയാണോ മക്കൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സൗഭാഗ്യം? സത്യം. ഇപ്പോ ഉപ്പയുടെ ഒരു അസാന്നിധ്യം എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്? അത് ഭയങ്കര നികത്താൻ പറ്റാത്തതാണ്. അത് പറഞ്ഞാൽ എനിക്ക് സങ്കടം വരും. ഉപ്പ മരിച്ചു പോകുമെന്ന് വിചാരിച്ചിട്ടില്ല. മരിക്കുന്നതിന് തൊട്ട് മുന്നേ വരെ ഇപ്പം വരും, നമ്മുടെ ജീവിതത്തിലേക്ക് വരും തന്നെയായിരുന്നു വിചാരിച്ചത്. അത് പറഞ്ഞാൽ എനിക്ക് സങ്കടമാണ്. സരളമായ എഴുത്തുരീതി, തീർത്തും സാധാരണമെന്ന് തോന്നുന്ന പരിസരങ്ങളിൽ നിന്ന് ജീവിതഗന്ധിയായ കഥാപാത്രങ്ങളെ കണ്ടെടുക്കാൻ കഴിഞ്ഞ എഴുത്തുകാരൻ UA ഖാദർ. ഗ്രാമ്യ ചിത്രങ്ങളുടെ സമൃദ്ധി സഹൃദയ മനസ്സിൽ ചിരമായി പ്രതിഷ്ഠിച്ച പ്രതിഭ. എഴുത്തുകാരൻ UA ഖാദറിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാസയുമായി പങ്കുവച്ചത് മകൾ ഷെറീന സലാം. സസ്നേഹം. മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി. നിർവഹണം ഫഹദ് റാസ.